നമസ്കാരം. ഞാൻ റിനി ജോസ്, സൈക്കോസോഷ്യൽ സ്കൂൾ കൗൺസിലർ ആൻഡ് കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റ്. രക്ഷകർത്തൃത്വം പോസിറ്റീവോ നെഗറ്റീവോ ഇല്ല, വെറും രക്ഷകർത്തൃത്വം, പാരന്റിങ്. ഈ പാരന്റിങ് പലപ്പോഴും നമ്മുടെ മാതാപിതാക്കളിൽ നമ്മൾ കൂടുതൽ പഠിച്ചിട്ടുണ്ടായിരിക്കാം. എന്തെങ്കിലും സംഭവ വികാസങ്ങൾ വരുമ്പോൾ അതിൽ നിന്ന് ആണ് അവർ പലപ്പോഴും ഗുണപാഠങ്ങൾ പഠിപ്പിച്ചിരുന്നത്. പക്ഷെ ഇപ്പോൾ പലപ്പോഴും നമ്മൾ പിടിച്ചിരുത്തി കുട്ടികളെ ഉപദേശിക്കാറാണ് ചെയ്യാറ്. ഉപദേശം ആർക്കും ഇഷ്ടമല്ല, അത് നമുക്ക് സഹിതം നമുക്കാർക്കും ഉപദേശങ്ങളോട് താല്പര്യമില്ലാത്തവരാണ്. അപ്പോൾ ഉപദേശിക്കരുത്, കുട്ടികളെ സംസാരിക്കാൻ അനുവദിക്കുക. അവരുടെ ഫീലിങ്സ് അവർ പറയട്ടെ. പലപ്പോഴും സപ്രസ് ചെയ്യപ്പെടുന്ന ഫീലിങ്സിലേക്ക് ആ കുട്ടികളുടെ വികാരങ്ങൾ പോയി അവരുടെ ശീലങ്ങൾ മാറി അവർക്ക് പ്രശ്നങ്ങളിലേക്ക് പോയി തുടങ്ങും. അപ്പോൾ എല്ലാ സംഭവങ്ങൾക്കും കുട്ടികൾക്ക് സംസാരിക്കാൻ അനുവാദം കൊടുക്കുക എന്നുള്ളതാണ് പ്രധാനമായിട്ടുള്ള കാര്യം. കുട്ടികളോട് ചോദ്യങ്ങൾ ചോദിക്കുക. ഇപ്പോൾ പ്രണയത്തിൽ അകപ്പെട്ടു പോയ കുട്ടികൾ അതിനൊക്കെ കൂടുതൽ സൈലന്റ് ആവും, അവരെ അടിക്കുകയും വഴക്ക് പറയാനും ഒക്കെ തുടരും. ഇതില്ല, കുട്ടികൾ ആ ചോദ്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുക. എന്തുകൊണ്ടാണ് ഈ പ്രണയത്തിൽ അകപ്പെടാനുള്ള കാരണം? ഈ പ്രണയം എവിടം വരെ പോകും? ഈ പ്രണയം കഴിഞ്ഞിട്ട് നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? ഇതെല്ലാം ഓരോ ചോദ്യങ്ങളായിട്ട് ചോദിക്കും. കുട്ടികളുടെ മനസ്സിൽ അത് രൂപാന്തരപ്പെടുകയും, അതായത് പ്രണയിക്കരുത്, ഇനി അങ്ങനെ ഒന്നും ചെയ്യരുത്, ഇങ്ങനെയൊന്നും ചെയ്യരുതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഉപദേശമാണ്. അത് കൈക്കൊണ്ടിട്ട് അതിനൊക്കെ ആ രീതിയിലൊന്നും പോയിട്ടുണ്ട്. പലപ്പോഴും ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ കുട്ടികളുടെ ബുദ്ധി വികാസങ്ങൾ ഉണ്ടാവും, അവിടെ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യപ്പെടും. ഇതിൽ നിന്ന് നല്ല ശീലങ്ങൾ മാത്രമേ കുട്ടികൾ പഠിക്കൂ. ഇനി കുട്ടികൾക്ക് ആവശ്യങ്ങളെയും അത്യാവശ്യങ്ങളെയും കുറിച്ച് മനസ്സിലാക്കിയിരിക്കുക. ഇത് ഇപ്പോൾ ആവശ്യമാണോ, അത് നിനക്ക് വളരെ അത്യാവശ്യമാണോ എന്ന് ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും ചോദിക്കുക. അതിൽ നിന്ന് കുട്ടികൾക്ക് ആവശ്യവും അത്യാവശ്യവും മനസ്സിലാവും. പലപ്പോഴും വീട്ടിലെ എല്ലാ കാര്യങ്ങളിലും കുട്ടികളെ കുട്ടിക്കാലം മുതലേ തന്നെ ഉൾപ്പെടുത്തുക എന്നുള്ളതാണ് പ്രധാനമായിട്ടുള്ള കാര്യം. ഇത് ശീലിച്ചു വരുന്ന ഒരു കാര്യമാണ് ടൈം ഷെഡ്യൂൾ. പഠിക്കേണ്ട ഒരു ടൈം, പുറത്ത് പോയി തിരിച്ചു വരുന്നതിനുള്ള ടൈം എല്ലാം ഉച്ചരെ മുതലേ തന്നെ ഒരു സെറ്റ് ചെയ്ത് വെച്ചിരിക്കണം. ആ സെറ്റ് നിന്നും മാറുന്ന രീതിയിലേക്ക് കുട്ടികൾ ഒരിക്കലും വരരുത്. അത് വളർന്ന് വലുതാകുമ്പോൾ കുറച്ച് കൂടുതൽ നമ്മൾ കൈ അയക്കുന്നതനുസരിച്ച് കുട്ടികൾ വീട്ടിലേക്ക് വരാൻ താമസിക്കുകയും കൂട്ടുകെട്ടിൽപ്പെടുകയും ചെയ്യും. മാതാപിതാക്കൾ എപ്പോഴും റോൾ മോഡലായിരിക്കും. മാതാപിതാക്കളുടെ അച്ഛനും അമ്മയെ സ്നേഹിക്കുന്നത് കണ്ടു വേണം കുട്ടികൾ വളരാൻ. അവര് പലപ്പോഴും റെസ്പെക്ട് ഇല്ലാതെ, ബഹുമാനമില്ലാതെ അവരോട് സംസാരിക്കുന്നത് കണ്ടു വളരുന്ന കുട്ടികൾ നിങ്ങളോട് ബഹുമാനമില്ലാതെ തന്നെ സംസാരിക്കും. അത് തീർച്ചയായിട്ടും ഒഴിവാക്കി കുട്ടികളുടെ മുന്നിൽ ഒരിക്കലും മാതാപിതാക്കളോട് ബഹുമാനമില്ലാതെ സംസാരിച്ച് അല്ലെങ്കിൽ ബഹുമാനമില്ലാത്ത ഒരു പെരുമാറ്റം നിങ്ങളുടെ കയ്യിൽ നിന്നുണ്ടാകരുത്. മാതാപിതാക്കളും ചെയ്യുന്ന ഒരു തെറ്റായ രീതി, കുട്ടിക്കാലത്ത് കുട്ടി ചീത്ത വിളിക്കാൻ തുടങ്ങുമ്പോൾ തന്നെ എല്ലാവരുടെയും കൂടെ ഇരുന്ന് ചിരിക്കുക. പ്രോത്സാഹനമാണ് അവിടെ കിട്ടുക, ചിരിക്കുക എന്ന് പറയുന്നത്. അവിടെ ആ കുട്ടി വിചാരിക്കുന്നത് ചീത്ത വിളിക്കുന്ന വളരെ നല്ലൊരു കാര്യമാണെന്നാണ്. അപ്പോൾ ആ കുട്ടി അത് തുടർന്നുകൊണ്ടേയിരിക്കും. വലുതാവും തോറും അത് അതിനെക്കാട്ടിലും വലിയ 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 ചീത്തവിളി വിളിക്കും. ആ എന്ത് കുരുത്തക്കേട് കാണിച്ചാലും ഉടനെ ചിരിക്കുന്ന മാതാപിതാക്കളുണ്ട്. അത് നിർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ തന്നെ കുറേ മാറിക്കിട്ടും. ചീത്തവിളി തുടങ്ങിയ ആ സമയത്ത് തന്നെ കുട്ടിയെ നിർത്തിക്കാനുള്ള ശേഷി മാതാപിതാക്കൾക്കുണ്ടായാൽ കുട്ടി പിന്നെ ചീത്തവിളി തുടരില്ല. നിർബന്ധിക്കരുത്, ബോധവാന്മാരാക്കുക. നിർബന്ധം ഒരിക്കലും അവരത് ചെയ്യാൻ രീതിയിലാക്കി മാറ്റില്ല. ഇപ്പോൾ പഠിക്കാൻ വളരെ ബുദ്ധിമുട്ടുള്ളൊരു കുട്ടി നിർബന്ധിച്ചെന്ന് പറഞ്ഞാൽ ആ കുട്ടി പഠിക്കാൻ പോകുന്നില്ല. പക്ഷെ നമ്മൾ അതിനെക്കുറിച്ച്, ആ പഠനത്തിനെ കുറിച്ച് ബോധവാന്മാരാക്കിയാൽ, ആ പഠിച്ചാൽ എന്താണ് നിങ്ങൾക്ക് ഇനി കിട്ടാൻ പോകുന്നത്, അല്ലെങ്കിൽ പഠിച്ചില്ലെങ്കിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്നുള്ള ഒരു ബോധവാന്മാരാക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കുട്ടികൾ പഠിക്കും. അവരെ പലപ്പോഴും നമ്മൾ മറ്റുള്ളവരുടെ മുന്നിൽ വെച്ച് കുറ്റപ്പെടുത്തി സംസാരിക്കുമ്പോഴും മറ്റുള്ളവരുമായി താരതമ്യം ചെയ്യുമ്പോഴും കുട്ടികൾക്ക് അതേ റെസ്പെക്ട് ഇല്ലായ്മയാണ് ഫീൽ ചെയ്യുന്നത്. അവർ വ്യക്തികളാണ്, നമ്മളെ കുട്ടികളാണെങ്കിൽ പോലും നമ്മുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാനുള്ള വസ്തുക്കളല്ല. അതുകൊണ്ട് പലപ്പോഴും കുട്ടികളുടെ മുന്നേ അവരെ മറ്റുള്ളവരുടെ മുന്നിൽ വെച്ച് ഒരിക്കലും താരതമ്യം ചെയ്യുകയോ അല്ലെങ്കിൽ കുറ്റപ്പെടുത്തുകയോ ചെയ്യാതിരിക്കുക. നിങ്ങൾക്ക് ചെയ്യാമെങ്കിൽ അവരിൽ നിങ്ങൾ ഒറ്റയ്ക്കാകുമ്പോൾ മാത്രം അവരുടെ തെറ്റുകുറ്റങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കും. വേണ്ട എന്ന് പറയിപ്പിക്കുന്നത് എന്തോ ഒരു അപരാധം പോലെയാണ്. ആഹാരം കൊണ്ട് വെക്കുമ്പോഴത്തേക്ക് എനിക്കിത് വേണ്ട എന്ന് കുട്ടികൾ പറയുമ്പോഴത്തേക്കും നമ്മൾ എന്ത് ചെയ്യുക? ദേഷ്യപ്പെടും. അതുകൊണ്ട് തന്നെ ആഹാരം കഴിക്കാൻ പറ്റും. ഇത് ഈ ഒരു വേണ്ട എന്ന് പറയുന്ന കുട്ടികൾക്ക് എന്തോ ഒരു തെറ്റ് പോലെയാണ് അപ്പോൾ തോന്നുന്നത്. അപ്പോൾ പലപ്പോഴും ചൂഷണം ചെയ്യപ്പെടുന്നു. അതായത് കുട്ടികൾ ഈ സമൂഹത്തിൽ ഒരുപാട് ചൂഷണം ചെയ്യപ്പെടുന്നുണ്ട്. ഈ ചൂഷണം ചെയ്യപ്പെടുമ്പോൾ കുട്ടി വിചാരിക്കുന്നത് വേണ്ട എന്ന് പറയുന്നത് എന്തോ ഒരു ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. അത് പറയരുത് എന്നാണ്. ഒരിക്കലും വേണ്ട എന്ന് പറയുന്നത് ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. നോ നല്ല വേർഡാണ്, അത് നല്ല സമയത്ത് പ്രയോഗിച്ചാൽ നല്ലതാണ് എന്ന് കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം.
ഭക്ഷണം വേണ്ടാന്ന് പറഞ്ഞൊരു കുട്ടിയെടുത്ത് ഓക്കെ ഭക്ഷണം വേണ്ട, കാരണം എന്താണ് എന്നുള്ള കാര്യം ചോദിച്ച് മനസ്സിലാക്കുക. അല്ലാതെ ഭക്ഷണം വേണ്ട എന്ന് പറയുമ്പോൾ വേണ്ടാന്ന് ഇനി പറഞ്ഞു പോകരുത് എന്ന് ഭീഷണിപ്പെടുത്തുക എന്നല്ല ചെയ്യേണ്ടത്. വേണ്ട പറഞ്ഞ് തന്നെ കുട്ടികളെ പഠിപ്പിക്കുക, കാരണം പറയാൻ വേണ്ടിയിട്ടും പഠിപ്പിക്കുക. മാതാപിതാക്കളെ നല്ല രീതിയിൽ കുട്ടികളെ നല്ല ശീലം വളർത്തിയെടുത്തുകൊണ്ട് വരാൻ നിങ്ങൾക്കെല്ലാം കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു.